എന്താണ് സ്വർഗരാജ്യം? സർവശക്തനായ ദൈവത്തോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് ദൈവം എന്ന പദം ഉപയോഗിക്കാതെ അതിനു പകരം സ്വർഗം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് സ്വർഗരാജ്യം എന്ന പ്രയോഗത്തിന് പ്രാമുഖ്യം വന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 32 പ്രാവശ്യം സ്വർഗരാജ്യം എന്ന പദം പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ രാജ്യം എന്നർത്ഥമാക്കുവാൻ യഹൂദ ജനത സ്വർഗരാജ്യം എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. തങ്ങൾ കാത്തിരുന്ന മശിഹ റോമൻ ആധിപത്യത്തിൽ നിന്ന് തങ്ങളെ വിമോചിപ്പിക്കുകയും പ്രശസ്തവും പ്രഗത്ഭവുമായ ഒരു രാജ്യം സ്ഥാപിച്ച് തങ്ങളെ അതിലാക്കുകയും ചെയ്യുമെന്ന് യഹൂദ ജനത പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തൻ്റെ രാജ്യം ഐഹികമല്ലെന്നും പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിമോചിപ്പിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാക്കുവാനാണ് താൻ വന്നതെന്നും അവർക്ക് മനസ്സിലാകുവാനായി സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് അവരെ ഉദ്ബോധിപ്പിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ നോക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരനും പറയുന്നു. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാകുന്നു എന്നും സങ്കീർത്തനക്കാരൻ കൂട്ടിയോജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. നാം നിത്യത തേടി സ്വർഗരാജ്യത്ത് എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിത്യത എന്നത് സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ ദൈവം നൽകിയ ജീവിതം വിശുദ്ധിയോടെ ജീവിച്ച് ദൈവഭാഗത്ത് എത്തുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വിശുദ്ധിയും ദൈവിക അഭിഷേകവുമാണ് ഒരു മനുഷ്യനെ സ്വർഗരാജ്യത്ത് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്ത് എത്തുവാൻ, സ്വർഗത്തിലെത്തുവാൻ നാം കൃപയാൽ പ്രാർത്ഥിക്കുകയും അതിനൊത്ത് ജീവിക്കുകയും വേണം. ആമേൻ.